വട്ടക്കൂറിന്റെ പുള്ളിയല്ല മക്കളെ, വട്ടക്കൂറിന്റെ പുള്ളിയല്ല, ദയ്യച്ചപ്പിന്റെ അടയാളാണ് കേട്ടോ. നമുക്കിന് ഉള്ളു പുള്ളി, കൊമ്പ് വെള്ള, കുളമ്പ് വെള്ള, വാലിന്റെ തട്ട വെള്ള, അതാണ് ഊർജൽ അച്ചപ്പിന്റെ അടയാളം മക്കളെ. ഇതൊക്കെ സാധനം ജാതി എന്ന് പറഞ്ഞാൽ ഇതേ കണക്കൊക്കെ ജാതി വലിപ്പന്റെ അത്രേ ഉള്ളൂ. അവരുടെ മൂലം ഇപ്പൊ കണ്ടപ്പോ 50,000 റുപ്യ ഒരു പഞ്ച് കൊടുത്തു. എന്താ പഞ്ച്? ഇപ്പൊ പെറ്റ പഞ്ചാണ്. ഓല് നമ്മളെ തെരഞ്ഞ് എവിടുന്ന് വന്നതാ ആൾക്കാർ വെച്ച് നോക്കി. ഇത് ആൾക്കാർ പറയുമ്പോ പറയും നമ്മള് ഒരു വീഡിയോ കുടിച്ചാൻ പറയും. ഇത് പറയല്ല, ഇത് പമ്പിന്ന് വരിക എങ്ങനെയാണ്. എത്ര കണ്ട് നമ്മൾ തിന്നാൻ കൊടുക്കണം അത്ര കണ്ട് പാലിങ്ങനെ കൂടും. ഇതാണ്ട് എല്ലും തോലും എന്ന് പറഞ്ഞാൽ ഈ എല്ലും തോലും ഉള്ളത് നമ്മൾ ഉണ്ടാക്കിയുണ്ടാവുള്ളൂ. ആദ്യം തന്നെ ഓവർ ശരീരമുള്ള നമ്മൾ കൊണ്ടുപോയപ്പോ വെള്ളത്തിൽ കരം ഇങ്ങനെ ചുങ്ങും. ഇതങ്ങനെ ചീർക്കും, കൊട്ടമ്പാള ചീർക്കും പോലെ. അതിനെ മാറ്റം നല്ല അടിപൊളി കന്നാണ് ഈ ആഴ്ച വന്നിട്ടുണ്ട്. എച്ചപ്പ് പറാനായ പൈക്കള്, കറക്കുന്ന കുട്ടിയുള്ള പൈക്കള്, കുട്ടിയില്ലാത്ത പജ്ജ്, ആര് വന്നാലും ഒരെണ്ണ പോലെ കജ്ജ് കൊടുത്തിട്ടേ വിടുള്ളൂ. അങ്ങനത്തെ കന്ന അതാ, അത് പോയി നോക്കെ. അങ്ങനത്തെ മോലൊക്കെ ഈ തന്ത പോയി തന്നെ കിട്ടുള്ളൂ. പനെ നോക്കിക്കോ. എന്നാ അതാ ഊർജൽ എച്ചപ്പ്. മൂക്കിന്റെ കാളം പുള്ളി, മൂക്കിന്റെ ഉള്ളു പുള്ളി, കൊമ്പ് വെള്ള, കുളമ്പ് വെള്ള, വാലിന്റെ തട്ട വെള്ള, അതാണ് ഊർജൽ അച്ചപ്പിന്റെ അടയാളം മക്കളെ. ഊർജൽ അച്ചപ്പിന്റെ അടയാളം ഇതാണ് കേട്ടോ. അതുപോലെ എനിക്ക് ഇതാണ് ഈ പറഞ്ഞ കുഞ്ഞിക്കോയാക്ക. കണ്ടോ, ഇതാണ് ഊർജൽ അച്ചപ്പിന്റെ അടയാളം. കണ്ടോ, കണ്ണിന്റെ ഉള്ളുണ്ട് വെള്ള. ഈ വെള്ള വരുന്ന ഈ ഊർജൽ അച്ചപ്പിന് ഉണ്ടാവുള്ളൂ കേട്ടോ. മൂക്കിന്റെ കാളം വെള്ള, ഇതൊക്കെയാണ് മനെ ഈ അച്ചപ്പ് പൈക്കള അടയാളം കേട്ടോ. ഇതാണ് ഇത് വട്ടക്കൂറിന്റെ പുള്ളിയല്ല മക്കളെ, വട്ടക്കൂറിന്റെ പുള്ളിയല്ല, ദയ്യച്ചപ്പിന്റെ അടയാളാണ് കേട്ടോ. കുളമ്പ് വെള്ള, വാലിന്റെ തട്ട വെള്ള, കൊമ്പ് വെള്ള, കുളമ്പ് വെള്ള. ഇതിന് 20 ലിറ്റർ പോലെ 2 കൂടി. കുട്ടിന്റെ കുട്ടി അവിടെ ഉണ്ട്. അതാടാ കുട്ടി അവിടെ ഉണ്ട്. ആ പാണ്ട കുട്ടിയാ കുട്ടിന്റെ. അതാ കുട്ടിയുടെ അവിടെ കെട്ടിന്ന് ഇവിടെ തലം ചേത്തോണ്ട് കിട്ടിയ. അല്ല ഞാൻ പറയുന്നത് എന്താ വെച്ചാലേ, കുട്ടിയെടുത്ത 12 ഇട്ടു രാവിലെ. അതാണ് 20. കുട്ടി പൈക്കുട്ടി പടി കണ്ണു കുത്തും കേട്ടോ. കുട്ടി അച്ചപ്പ്. ഇതേതാ ചോന്ത കളർ അച്ചപ്പ്. എച്ചപ്പ് പല വീതമുണ്ട്. എടാ ഒരു പൈപ്പിന്ന് വരൂലടാ, ഒരു പജ്ജിന്റെ ഔട്ടിന്ന് വരുന്നത് ഞാൻ കാണിച്ചു തരാം. പജ്ജ് വെച്ച് എടുത്തട്ടെ. ഒരു പെരയിൽ 12 ആളുണ്ട്, ഈ 13 ആൾക്ക് ഇരുന്ന് തൂങ്ങടാ. അതാ പജ്ജ്. ആകെ 3 മുളച്ചിട്ടുള്ളൂ. അതല്ലേ, അതതിന്റെ പ്രത്യേകത. എന്നടാ തൊള്ള വെച്ച് ചീമിക്കോ. ഇതേടാ മോല്. ഇതൊന്നും വലിയ വലുതല്ല. ഇതൊക്കെ 30, 32, 27, ഇത് 35 ചോദിച്ചിട്ടുള്ളത്. ഇത് പിന്നെ ചെനപ്പച്ചാണ്. 7 മാസം കഴിഞ്ഞ ചെന. 7 മാസം കഴിഞ്ഞ അതില്ല, അത് പറ്റും വേണ്ട. കറുവ് കഴിഞ്ഞ വെച്ചാ ഇത് 7 മാസം ചെന. ചെന ആരുണ്ട്. ഒരു ദിവസത്തിന് വ്യത്യാസം ഉണ്ടെങ്കിൽ വേണം തരില്ല ഈ ബജ്ജ്. ഒരു ദിവസത്തിന് വ്യത്യാസം. ഞാൻ അത് പരിശോധിച്ച് നോക്കി ഇത് കറവൊക്കെ നിർത്തിയ ബജ്ജാണ്. 30 ലിറ്റർ പാല് 2 കറഞ്ഞ ബജ്ജ്. ഇനി കറക്കെത്തി വെച്ച് പറയാനറിയില്ല. മടി തോല് കണ്ടിച്ച്. അത് നമ്മളതാണ്. അത് അച്ചപ്പാണ്, ഉർജിലച്ച്. അതൊക്കെ ഈ പൈക്കളല്ല നമ്മളതാ. ഒരു 65 ബജ്ജ് ഇവിടെ ഉണ്ടാവും. അത് എണ്ണീറ്റ് ബാക്കിയുള്ളത് അത് നമ്മൾ തന്നെ. അതതിന്റെ കുട്ടി. അതിനൊരു 8 ലിറ്റർ പാലിട്ടു. 5-3 മുതലേ നന്നാക്കി മനസ്സ കൊടുത്താൽ ആൾക്കാർ പിന്നെ നമ്മൾ ചോദിച്ചു വരും. ഇതൊക്കെ പറഞ്ഞാൽ എവിടെ കൊടുക്കുന്നതിനെ, ഇതൊക്കെ പറഞ്ഞാലേ തൊള്ളോണ്ട് പറയുന്നല്ല, തൊള്ളോണ്ട് പറഞ്ഞുകാണ്ട് ഉണ്ടാക്കണല്ല. ഇതൊക്കെ സാധനം ജാതി എന്ന് പറഞ്ഞാൽ ഇതേ കണക്കൊക്കെ ജാതി വലിപ്പന്റെ അത്രേ ഉള്ളൂ. അവരുടെ മൂലം ഒന്നാവും. ഇതാണ്ടോ, മുതലിന്റെ വില കൊടുക്കണം. ആൾക്കാർക്ക് ഒരു പഞ്ചായാൽ മതി, പക്ഷെ ജാതി വർഗം അറിഞ്ഞു വാങ്ങല്ല. ഇതൊക്കെ ചെറിയ കായ ചോദിച്ചുള്ളൂ. ഇത് ചോദിച്ചാൽ നമ്മൾ 30-35 രൂപ പറയും, പക്ഷെ 10-28 ഉറുപ്പിക കൊടുക്കും. പിന്നെന്താ, ചെറിയ തുച്ഛ വിലക്ക് കൊടുക്കാണ്. എന്നാലും പിന്നെ ആൾക്കാർ വരുള്ളൂ. എങ്ങനത്തെ പരുവാണെങ്കിലും നമ്മളെ പെരയുണ്ടാവും. നമ്മൾ രാമുരം വേറെ ഇതൊക്കെ നമ്മൾ തന്നെ 5-8 രൂപയാണ്. ആ പശു ചെറിയ കാഴ്ച. ആ പശു ആകെ 24 വെച്ചോളൂ. 24 വേണ്ടോ. ഒരു പജ്ജും കുട്ടിമ്പാടെ കൊടുക്കണം 30 റുപ്യ. ആയിക്കോട്ടെ, അതാ വണ്ടി കൊടുത്താച്ചാ മതി കേട്ടോ. ഇപ്പൊ കണ്ടപ്പോ 50,000 റുപ്യ ഒരു പജ്ജ് കൊടുത്തു. എന്താ പജ്ജ്? ഇപ്പൊ പെറ്റ പജ്ജാണ്.
ഓല് നമ്മളെ തെരഞ്ഞ് എവിടുന്ന് വന്നത് ആൾക്കാർ വെച്ച് നോക്കി. അതാണ് സാധനം നന്നായിട്ടാണ് വരുന്നത്. ആ കംപ്ലൈന്റ് പാലേറെ കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞാൽ മതി. അത് തന്നെ പാലേറെ കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞാൽ മതി. ഏതാ തന്നു ഇതിനെ പിടിച്ചടാ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറയണല്ല. ഇത് ആൾക്കാർ പറയുമ്പോ പറയും നമ്മള് ഒരു വീഡിയോ കുടിച്ചാൽ പറയും. ഇത് പറയല്ല, ഇത് പമ്പിന്ന് വരിക എങ്ങനെയാണ് കണ്ടോ. ഈ പമ്പിന്ന് വരൂല ഈ ജാതി വേണ്ടത്. ഇതിനാണ് നമ്മൾ വാങ്ങുക. ഒരു ചെമ്പ് നാടിയിൽ ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ, 2 കജോടി ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചാലേ എത്ര കണ്ട് നമ്മൾ തിന്നാൻ കൊടുക്കണം അത്ര കണ്ട് പാലിങ്ങനെ കൂടും. ഇതാണ്ട് ഈ ശരീരം കണ്ടോ. ഇത് നമ്മൾ പറഞ്ഞുകാണ്ട് വലിപ്പത്തരം പറഞ്ഞുണ്ടാക്കുന്നതല്ല. മുതല് നന്നാവുമ്പോ അതിനനുസരിച്ച് മുതലിന് വില കൊടുക്കേണ്ടി വരും. അതിന് ആരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ എല്ലും ഈ എല്ലും തോലും എന്ന് പറഞ്ഞാൽ ഈ എല്ലും തോലും ഉള്ളത് നമ്മൾ ഉണ്ടാക്കിയുണ്ടാവുള്ളൂ. അങ്ങനെ ഒരു കാര്യമുണ്ട്. ആദ്യം തന്നെ ആദ്യം തന്നെ ഓവർ ശരീരമല്ലേ നമ്മൾ കൊണ്ടുപോയപ്പോ വെള്ളത്തിട്ട് കരം ഇങ്ങനെ ചുങ്ങും. ഇതങ്ങനെ ചീർക്കും, കൊട്ടമ്പാള ചീർക്കും പോലെ. അതിനെ മാറ്റം. ഇത് കറവ് കഴിഞ്ഞാണ്ട് കൊടുക്കുമ്പോൾ ഇതിനൊരു ശരീരം കൂടും. മറ്റേത് പോലെ കായ് പോയി കിട്ടി. ആദ്യം തന്നെ 35,000 40,000 എന്ന് പറഞ്ഞാൽ ഞാൻ അന്നേരം 85,000 പജ്ജ 1.5 പജ്ജുണ്ട്. പൈക്കൊക്കെ പലതും പല വിലയല്ലേ. ഈ പജ്ജ ഞാൻ ചെറിയ വിലക്കാർ കൊടുക്കാറ് 32 റുപ്യ കൊടുക്കാറുണ്ട്. 8 ലിറ്റർ പാലുണ്ട്. 8 ലിറ്റർ പാലിൽ നിന്ന് പാലിന്റെ റേറ്റിന് എത്രക്കുണ്ട്? തൊള്ളോട് വെറുതെ പറയണമെന്നല്ല, പാലാവുട്ടുന്ന